ഗർഭിണിയായ ഭാര്യയെ വഴിയിൽ ഉപേക്ഷിച്ച രാമനല്ല, പകരം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച രാവണനാണ് ഞങ്ങളുടെ ഹീറോ. ഇതാണ് അവരുടെ വാചകം. അപ്പൊ സീതയുടെ മനസ്സ് സർവസ്വവും ഉപേക്ഷിച്ച് വനവാസത്തിനൊപ്പം പോയ സീതയുടെ മനസ്സ് എന്തേ കാണാണ്ട് പോയി രാമൻ? ന്യൂജൻ ശരിക്കും ഇതിനെ കുറിച്ചിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ്. രാമ എന്ന ശബ്ദം തന്നെ മോക്ഷപ്രാപ്തി എന്നാണ് പറയുന്നത്. രാമായണം നോവൽ രൂപേണ അങ്ങ് രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പത്രത്തിൽ വന്നിട്ട് ആർട്ടിക്കിളൊക്കെ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് നമ്മൾ അധ്യാത്മരാമായണം വായിച്ചാലും വാൽമീകി രാമായണം വായിച്ചാലും ഒരു ഗ്രന്ഥം വായിച്ചു പോകുന്ന തരത്തിലുള്ള ഇതാണ്. പക്ഷെ ആസ്വാദ്യമായ ഒരു കുട്ടിക്ക് പോലും ഈ രാമായണത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ഒരു ലക്ഷ്യം ഇത് വെട്ടത്തുനാടാണ്. ഇവിടെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയത്. ഇതേ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മണ്ണിൽ നിന്നാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രശസ്തനായ വാമൊഴി ചരിത്രകാരനും എഴുത്തുകാരനുമൊക്കെയായ തിരൂർ ദിനേശ് ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. തിരൂർ ദിനേശ് എന്ന് പറഞ്ഞാൽ അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് എത്രമാത്രം അറിയാം എന്നറിയില്ല, എങ്കിലും യൂട്യൂബിലൊക്കെ സ്ഥിരമായി വീഡിയോകളൊക്കെ കാണുന്നവർക്ക് പ്രാദേശിക ചരിത്രവും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആത്മീയ തലങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് അങ്ങയുടെ സേവനങ്ങൾ, അങ്ങയുടെ സംഭാവനകൾ വളരെ വലുതാണ്. അങ്ങയുടെ പുസ്തകങ്ങളൊക്കെ വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ തേടി വരാൻ പല കാരണങ്ങൾ. ആ കാരണങ്ങളിൽ ഒന്ന്, രാമായണം നോവൽ രൂപേണ അങ്ങ് രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പത്രത്തിൽ വന്നിട്ട് ആർട്ടിക്കിളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് രാമായണത്തെ ഒരു നോവൽ രൂപത്തിൽ മാറ്റുന്നതിനുള്ള കാരണം എന്താണ്? വാൽമീകി രാമായണം പദാനുപദ തർജ്ജമ ചെയ്തത് എൻ്റെ ഗുരുനാഥൻ CG വാര്യരാണ്. CG വാര്യർ ഒരിക്കൽ അദ്ദേഹം എഴുതിയ 4 വോള്യങ്ങളുള്ള പുസ്തകം തന്നിട്ട് പറഞ്ഞു, ദിനേശ് ഇത് പൂർണ്ണമായി വായിക്കുക. വാൽമീകി രാമായണം ഒരു വലിയ കടലാണ്. ആ കടലിൽ മുങ്ങി കഴിഞ്ഞാൽ കിട്ടുന്നത് വിവിധ രത്നങ്ങളായിരിക്കും. ദിനേശനൊന്ന് മുങ്ങി നോക്കൂ, അതിൽ നിന്ന് കിട്ടുന്ന രത്നം എന്തായാലും സ്വന്തമായി എടുത്തോളൂ. അങ്ങനെ ഒരു പദം അദ്ദേഹം ഉപയോഗിക്കുകയും ഇത് തരികയും ചെയ്തു. അങ്ങനെ ഞാനത് പൂർണ്ണമായും പഠിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കൃതി യയാതിയാണ്. ജ്ഞാനപീഠം ലഭിച്ച VS ഖാണ്ടേക്കറുടെ യയാതി. ആ യയാതി ആത്മകഥാരൂപത്തിലാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഈ വാൽമീകി രാമായണത്തെ അതിലെ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളുടെ ആത്മകഥ പറഞ്ഞുകൊണ്ട്, സാധാരണ ഒരു നോവലല്ല, അതിലെ പ്രധാന കഥാപാത്രങ്ങളെ കൊണ്ട് അവരുടെ ആത്മകഥ പറയുന്നതോടുകൂടി വാൽമീകി രാമായണം പൂർണ്ണമാവുക. അതൊരു പുതിയൊരു വായനാനുഭവമായിരിക്കും. അത് പുതിയ ഒരു മേഖലയായിരിക്കും എഴുത്തിൽ, പ്രത്യേകിച്ച് മലയാളത്തിൽ. അങ്ങനെയാണ് അത് എഴുതുന്നത്. യഥാർത്ഥത്തിൽ അത് 20 കൊല്ലം മുമ്പ് എഴുതി തുടങ്ങിയിരുന്നു. കോട്ടയത്തുനിന്ന് പ്രസിദ്ധീകരിച്ച ഒരു ആധ്യാത്മിക മാസിക ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് അതാത് സമയം കണ്ടച്ച പ്രസിദ്ധീകരിച്ചു വന്നു. ഇടയ്ക്ക് വെച്ച് അത് ആ പ്രസിദ്ധീകരണം നിലച്ചുപോയി. അതോടുകൂടി എൻ്റെ എഴുത്തും നിർത്തി. അങ്ങനെ 20 കൊല്ലത്തിന് ശേഷം വീണ്ടും അത് പൊടി തട്ടി എടുക്കാൻ കാരണം എന്താണ് എന്ന് എനിക്കറിയില്ല. മൂകാംബിക അമ്മയുടെ ഉൾവിളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് 63 വയസ്സ് കഴിഞ്ഞു. ഇതുവരെ എനിക്ക് മൂകാംബിക അമ്മയെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ അമ്മയുടെ അടുത്ത് പോയി. ഒരുപാട് പദ്ധതികൾ ഒരേ സമയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നതാണ് ഓരോ ദിനരാത്രങ്ങളും. അപ്പോൾ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എത്രയും പ്രായമായി, ഇനി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ നിർദ്ദേശപ്രകാരം, അനുഗ്രഹപ്രകാരമായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നെനിക്ക് നേർവഴി കാണിച്ചു തരണം എന്നൊരൊറ്റ പ്രാർത്ഥന നടത്തിയത്. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പഴയ ചില രേഖകൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ കുറേ കടലാസുകൾ കിട്ടുന്നത്. അവിടെ നിന്നും അത് മുഴുവൻ പൊടി തട്ടി എടുത്ത് അതിൽ 2-3-4 അധ്യായങ്ങൾ കൂടി എഴുതാനുണ്ടായിരുന്നു ഹനുമാൻ്റെ. അതും എഴുതി പൂർത്തിയാക്കി. ഇനി അത് ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു പണ്ഡിതനെ കാണിച്ച് അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് കാരണം നമ്മൾ അധ്യാത്മരാമായണം വായിച്ചാലും വാൽമീകി രാമായണം വായിച്ചാലും ഒരു ഗ്രന്ഥം വായിച്ചു പോകുന്ന തരത്തിലുള്ള ഇതാണ്. പക്ഷെ ആസ്വാദ്യമായ ഒരു കുട്ടിക്ക് പോലും ഈ രാമായണത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അയോധ്യയിൽ വെച്ച് അതിൻ്റെ പ്രകാശനം നടത്തണമെന്ന ആഗ്രഹം, ഹിന്ദിയിലും ഇംഗ്ലീഷിലും അത് പുസ്തകമാക്കണം എന്ന് മൊഴിമാറ്റം നടത്തണമെന്ന് ചില സുഹൃത്തുക്കൾ, ഇതിപ്പോൾ തമിഴ് പത്രങ്ങളിലടക്കം വന്നു, ദിനമലരിലൊക്കെ വന്നിരുന്നു. അപ്പോൾ പലരുടെ അഭിപ്രായമുണ്ട്,
പക്ഷേ ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആക്കാൻ തക്ക ആളുകൾ വന്നാൽ നമുക്കത് ആ രീതിയിൽ ചെയ്യാം എന്നും ആഗ്രഹിച്ചിരിക്കുകയാണ്. ആരാണ് പബ്ലിഷർ? ആരാണ് പബ്ലിഷർ? എനിക്ക് തന്നെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ. പിന്നെ ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടറാണ്. ഓറൽ ഹിസ്റ്ററിക്കും അതിൻ്റെ ഒരു പ്രസാധന പദ്ധതിയുണ്ട്. ഇതിൻ്റെ പുറമെ ആരെങ്കിലും നല്ല രീതിയിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി വന്നാൽ ഞാനത് കൊടുക്കാനും തയ്യാറാണ്. ഓക്കെ. എന്നത്തേക്ക് ഇത് പൂർത്തിയായി ആളുകൾക്ക്, വായനക്കാരിലേക്ക് എത്തും? അടുത്ത കർക്കിടകത്തിൽ എങ്ങനെയായാലും അധ്യാത്മരാമായണം വായിക്കുന്നതോടൊപ്പം വാൽമീകി രാമായണം, രാമപഥം എന്നാണ് ആ നോവലിനിട്ടിരിക്കുന്ന പേര്. രാമപഥം വായിക്കാൻ സാധിക്കും. അതിന് മൂകാംബിക എന്നെ അനുഗ്രഹിക്കും എന്നാണ് എൻ്റെ. ഉറപ്പായും അമ്മ കൽപ്പിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിച്ചതാണെങ്കിൽ അമ്മ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അനുഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലിരിക്കുമ്പോൾ മൂകാംബികാദാസന്മാരായ 2 പേർ കേരളത്തിലെ പ്രമുഖന്മാരായിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇപ്പോൾ DGP ആയ ശ്രീജിത്ത് IPS എന്നുള്ളത് ഏറ്റവും നമ്മളെയൊക്കെ ഭയങ്കര അതിശയം കൊള്ളിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. രാമായണത്തിലേക്ക് വന്നത് മറ്റൊന്ന്, ഇവിടെ ഇത് വെട്ടത്തുനാടാണ്. ഇവിടെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയത്. ഇതേ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മണ്ണിൽ നിന്നാണ് വാൽമീകി രാമായണം നോവൽ രൂപത്തിൽ വരുന്നത് എന്നത് കൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടത്. ഉറപ്പായിട്ടും രാമായണത്തിലേക്ക് വരട്ടെ. ഇത് രാമായണ മാസമാണ്. രാമായണ മാസത്തിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ മലയാളികൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ, ജെൻസി കുട്ടികൾക്ക് രാമനേക്കാൾ ഹീറോ രാവണനാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങ് മനസ്സിലാക്കിയ രാമായണത്തിൽ ഇവരൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. സീതയെ ജനങ്ങളുടെ വാക്കിൻ്റെ മുകളിൽ ഒഴിവാക്കിപ്പോയ രാമൻ, അല്ലെങ്കിൽ അച്ഛന് കൊടുത്ത, അല്ലെങ്കിൽ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കിൻ്റെ പുറത്ത് ജനങ്ങളെ കളഞ്ഞിട്ട് പോയ രാജാവ്, പിന്നെ എങ്ങനെയാണ് രാമൻ നീതിമാനാകുന്നത് എന്ന ചോദ്യമൊക്കെയുണ്ട്. ഇത്തരം അപക്വമായ ചോദ്യങ്ങൾക്ക് അങ്ങയുടെ ഒരു റിസർച്ചിൽ നിന്നുള്ളൊരു മറുപടി. ന്യൂജൻ ശരിക്കും ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ്, രാമായണം വായിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു അഭിമാനകരമായ പദം ഉച്ചരിക്കുന്നു. രാമ എന്ന ശബ്ദം തന്നെ മോക്ഷപ്രാപ്തി എന്നാണ് പറയുന്നത്. അതിൽ നിന്നും അവർ കൂലങ്കഷമായി ചിന്തിച്ച് ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതും നല്ലതാണ്. അപ്പോഴാണ് അവരോട് നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ അത് ഇന്ന രീതിയിലാണ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അവരുടെ തെറ്റ് തിരുത്തുകയും അവർ ഈ ന്യൂജൻ പൂർണ്ണമായിട്ടും നമ്മുടെ ദേശീയതയിലേക്കും നമ്മുടെ സംസ്കാരത്തിലേക്കും ഇഴുകിച്ചേരുന്ന അതിൻ്റെ തുടക്കമാണ് ഇവരുടെ ഈ സംശയങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഗർഭിണിയായ സീതാദേവിയെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചത് എന്തിനാണ്? ഇത് ഏതോ കുറേ ആളുകൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഈ കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ വേറൊരു ലക്ഷ്യമുണ്ട്. അവർ പറയുന്നൊരു വാചകം ഇതാണ്: ഗർഭിണിയായ ഭാര്യയെ വഴിയിൽ ഉപേക്ഷിച്ച രാമനല്ല, പകരം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച രാവണനാണ് ഞങ്ങളുടെ ഹീറോ. ഇതാണ് അവരുടെ വാചകം. അതെ. അപ്പോൾ രാമന് തൻ്റെ രാജ്യവും തൻ്റെ പ്രജകളുമാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. ഇപ്പോൾ എനിക്ക് എൻ്റെ രക്തബന്ധത്തേക്കാൾ അപ്പുറം എനിക്കെൻ്റെ രാജ്യമാണ് എന്നൊരു ഭരണാധികാരി തീരുമാനിച്ചാൽ തീർച്ചയായും ഭാര്യയായാലും മകനായാലും അവരെ ഒഴിവാക്കിയിരിക്കും. എന്താണ് പറഞ്ഞത്? തൻ്റെ ഭരണം ഏത് രീതിയിൽ, നല്ല രീതിയിൽ ജനങ്ങൾക്ക് നല്ല രീതിയിലാണ് ഉപകാരപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ആളെ രഹസ്യമായിട്ട് പല ഭാഗത്തേക്കും പറഞ്ഞയക്കുകയാണ്. ഈ സമയത്താണ് ഒരു വെളുത്തേടനും ഒരു വെളുത്തേടത്തിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇതിന് ആധാരമായത്. വെളുത്തേടത്തി 3-4 ദിവസം വീട്ടിലേക്ക് വന്നില്ല. വെളുത്തേടൻ ക്ഷുഭിതനായി. ഈ സമയത്ത് വെളുത്തേടത്തി പറയുകയാണ്, രാവണൻ്റെ ഒപ്പം കുറേ കാലം ജീവിച്ച സീതാദേവിയെ രാമൻ സ്വീകരിച്ചു, എന്നിട്ടാണോ എന്നെ എന്ന് ചോദിക്കുക. അത് അപ്പോൾ പൊതുവെ ഒരു സത്യധർമ്മമൊക്കെ പാലിക്കുന്ന ഒരു ഭരണാധികാരിക്കുള്ള ഒരു മോശമായ ഒരു അഭിപ്രായമാണ് അത്. എനിക്ക് എൻ്റെ പ്രജകളുടെ തൃപ്തിയാണ് വലുത്, അതിലപ്പുറം എനിക്കൊന്നുമില്ല. ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ രാമനെ ഈ സീതയെ ഉപേക്ഷിക്കുന്നതിലേക്ക് വന്നത്. എന്നാൽ ആ സീതയെ ഉപേക്ഷിക്കുന്നതിന് ശേഷമുള്ള സംഭവമാകുമ്പോഴേ രാമായണം പൂർണ്ണമാവുകയുള്ളൂ എന്ന ഒരു സംഭവം കൂടിയുണ്ട്. രാമനെ കാട്ടിലേക്ക് അയച്ചില്ല എന്നുണ്ടെങ്കിൽ രാമായണം തന്നെ ഉണ്ടാവില്ല. അപ്പം അതൊരു കഥയുടെ ഒരു ഭാഗം കൂടിയാണ്. മറ്റൊന്ന് ധർമ്മം, കൈകേയിയുടെ വരം ത്തിൻ്റെ ആ ഒരു കാര്യമാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. അല്ല, എനിക്ക് അവിടെ ഒരു സംശയമുണ്ട്.
പ്രജകൾക്ക് വേണ്ടി രാമൻ പ്രജകളുടെ അഭിപ്രായത്തിന് വേണ്ടി രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ഉണ്ടാകുന്നത് അവിടെയാണ്. അപ്പോൾ സീതയുടെ മനസ്സ് സർവസ്വവും ഉപേക്ഷിച്ച് വനവാസത്തിനൊപ്പം പോയ സീതയുടെ മനസ്സ് എന്തേ കാണാണ്ട് പോയി രാമൻ എന്ന ചോദ്യം ഉണ്ടാവില്ലേ? അപ്പോൾ അവിടെയാണ് അദ്ദേഹം പിന്നെ നമുക്കത് ഊഹിക്കാൻ അല്ലേ സാധിക്കുകയുള്ളൂ. എനിക്ക് ഈ അച്ഛനമ്മമാരേക്കാൾ വലുത് ഈ രാജ്യത്തിന് വേണ്ടി വേണമെങ്കിൽ അമ്മയെയും അച്ഛനെയും വധിക്കാം എന്ന് പറയുന്ന ഭരണാധികാരികൾ നമുക്കുണ്ടായിരുന്നു. നമ്മൾ പുരാണത്തിലൊക്കെ വായിച്ചാൽ കാണാം. അതുപോലൊരു ചിന്ത അദ്ദേഹത്തിന് ആ ഒരു സമയത്തുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ മറ്റേത് ചോദിച്ചത് കൈകേയിക്ക് ദശരഥൻ കൊടുത്ത വാക്കിൻ്റെ പുറത്ത് രാജാവാകേണ്ടുന്ന രാമൻ വനവാസത്തിന് പോകുന്നു. അവിടെയും വന്നിട്ടുള്ളൊരു സത്യം പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഇന്നത്തെ സർക്കാരുകൾ, നമ്മുടെ ഈ വർത്തമാനകാലത്തെ സർക്കാരുകളും ആ ഭരണാധികാരികളും ഈ സത്യധർമ്മങ്ങളും തമ്മിലുള്ള ഒരു ഇത് വരുന്നത്. സത്യത്തിന് യാതൊരു വിലയുമില്ലാത്തൊരു കാലഘട്ടമാണ് ഈ ഒരു സമയത്ത്. ഭരണാധികാരികൾ യഥാർത്ഥത്തിൽ ഓരോ മന്ത്രിയായാലും ശരി, MLA ആയാലും ശരി, രാമായണം വായിച്ച് പഠിച്ചതിന് ശേഷം സത്യപ്രതിജ്ഞ ചെല്ലാൻ പോയിരിക്കുകയാണ് ഏറ്റവും നല്ലത് തോന്നും. കാരണം എങ്ങനെയാണ് ഒരു സത്യധർമ്മം പാലിക്കേണ്ടത് ഒരു ഭരണാധികാരി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ദശരഥൻ കൈകേയിലൂടെ ദശരഥൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു രഥചക്രത്തിൻ്റെ ആണി ഊരിപ്പോയ സമയത്ത് കൈകേയി തൻ്റെ ചൂണ്ടുവിരൽ വെച്ച് ആ ആണിക്ക് പകരം ഉറപ്പിച്ചു. അങ്ങനെ അന്നത്തെ ആ ഒരു സംഭവത്തിൽ രക്ഷിച്ചതിന് എന്ത് പ്രതിഫലം വേണം, എന്ത് സമ്മാനം വേണം എന്ന് ചോദിക്കുമ്പോൾ, എന്ത് വരം വേണം എന്ന് ചോദിക്കുമ്പോൾ ആവശ്യപ്പെടും ആ സമയത്ത് തന്നാൽ മതി എന്നാണ്. അതാണിത് ചോദിച്ചത്. തരാം എന്ന് ഉറപ്പും പറഞ്ഞു. ആ ഉറപ്പിനെ പാലിക്കാൻ ദശരഥൻ ബാധ്യസ്ഥനായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ആയത്. അപ്പോൾ വരുമ്പോൾ നമ്മൾ എന്തൊരു ഉറപ്പ് കൊടുത്തോ, നമ്മളിതാ സർക്കാരിൻ്റെ ഒരു മന്ത്രി പ്രഖ്യാപിക്കും, ഇന്ന് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. അതാണ് ഇത്. ഒരു ആണിയിൽ വെച്ച ഒരു വിരൽ വെച്ചുള്ള ആ ഒരു സംഭവമാണെങ്കിൽ പോലും അത് ഇന്നത്തേലേക്ക് എടുത്ത് ചിന്തിക്കുമ്പോൾ ഇന്ന് മന്ത്രിമാർ എന്താ വൈക്ക് കൈ കിട്ടിയാൽ വലിയ പ്രഖ്യാപനം നടക്കും. ആ പ്രഖ്യാപനം ഒരു പക്ഷേ യാഥാർത്ഥ്യമാവാറില്ല. ഇപ്പോൾ ഗുരുവായൂർ റെയിൽപാത ഉൾപ്പെടെയുള്ള അനവധി കാര്യങ്ങൾ, പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുന്നു. എന്നാൽ അതല്ല, ആ പ്രഖ്യാപനം നടപ്പിലാക്കേണ്ടതാണ്. ഞങ്ങളിത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം എന്നതിൻ്റെ ഒരു സൂചന ഇതിൽ വരുന്നുണ്ട്. ഇന്നത്തെ വർത്തമാന കാലവുമായിട്ട് ആ സംഭവം ബന്ധിപ്പിക്കുന്നുണ്ട്. ഓക്കെ, രാമായണത്തിലെ അങ്ങയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്? രാമൻ തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീ കഥാപാത്രം? സീതയാണ്. എന്തുകൊണ്ടാണ് സീത ക്ഷമയുടെ ഒരു പ്രതിരൂപമാണ്. അപ്പുറത്ത് ലക്ഷ്മണ പത്നിയുണ്ട്. ഈ 14 വർഷം രാമനൊപ്പം സീതയുണ്ടായിരുന്നു. ലക്ഷ്മണ പത്നി ഭർത്താവിനെയും ആ വിരഹ യുദ്ധം കൂടി പേറിയാണ് അവർ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ സീത എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുമിത്രയുണ്ട്. ഈ ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ഇവരുടെ പത്നിമാരുണ്ട്. സീത മാത്രമല്ല, ഒരേ സമയം കൈകേയ രാജ്യത്ത് വെച്ചാണല്ലോ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് മറ്റുള്ളവർക്കും ദശരഥൻ്റെ പുത്രവധുക്കൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെയും കൂടെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു പക്ഷെ ഇവിടെ ഒരു ഒരുമയുടെ ഒരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ പോയിട്ട് അവിടെ സംഘർഷം ഉണ്ടായില്ല അയോധ്യയിൽ എന്നുള്ളതാണ്. ഈ മക്കളുടെ പത്നിമാരും കൂടെ വന്ന് ഇന്നാണെന്നുണ്ടെങ്കിൽ അടിയായി. ഇവിടെ എല്ലാം കൊണ്ടും നമുക്ക് മാതൃകയാണ് രാമായണം എന്നുള്ളതാണ്. പിന്നെ വ്യക്തിത്വ വികസനത്തിന് ഇപ്പോൾ കുട്ടികൾ വായിക്കണം. നമുക്കറിയാം, വ്യക്തിത്വം നഷ്ടപ്പെട്ട അനവധി ആളുകൾ. ഇവിടെ വ്യക്തിത്വ വികസന ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും സെൻറ്ററുകൾ പോലെയുണ്ട്. അത് എന്തുകൊണ്ട് വന്നു? ഇതില്ല. അപ്പോൾ പൊതുവെ പറയുന്നത് വ്യക്തിത്വ വികസനത്തിന് പോലും ഊന്നുന്നതാണ് രാമായണം എന്നുള്ളതാണ്. രാമായണ മാസത്തിൻ്റെയും പ്രസക്തി അത് തന്നെയാണ്.